നമ്മൾ ഇനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സപ്ലൈകോക്ക് നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഓണത്തിന് പട്ടിണി സമരത്തിനൊരുങ്ങി പൊന്നാനിയിലെ കോൾ കർഷകർ. പൊന്നാനിയിലെ 3000-ഓളം കോൾ കർഷകർക്ക് മാത്രം 18.5 കോടിയോളം രൂപ നെല്ല് സംഭരിച്ച വകയിൽ ലഭ്യമാകാനുണ്ട്. കേന്ദ്രത്തെ പഴിച്ച സർക്കാർ കൈ കഴുകുമ്പോൾ ഓണക്കാലം പട്ടിണിയിലാകുമെന്ന ദുരിതത്തിലാണ് കർഷകർ ഉള്ളത്. ഈ ദുരിതം തന്നെയാണ് ഈ കർഷകർ പങ്കുവെക്കുന്നതും. മെയ് മാസത്തിൽ സംഭരിച്ച നെല്ലിന്റെ വില ആഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാവരും സമൃദ്ധമായി ഓണം ആഘോഷിക്കുമ്പോൾ നാടിന് അന്നമൂട്ടിയവർ പട്ടിണി സമരത്തിന് ഒരുങ്ങുകയാണ്. പൊന്നാനി കോൾ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊലോത്തുംപാടം പടവിൽ. ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയ പാടശേഖരമാണ്. ഈ നിറഞ്ഞു കിടക്കുന്നതൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ വെള്ളമല്ല, കർഷകരുടെ കണ്ണീരാണ്. കാരണം ഇവരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ വില മാസങ്ങൾക്കിപ്പുറം ഇവർക്ക് ലഭിച്ചിട്ടില്ല. മെയ് 20-ാം തീയതി സംഭരണം പൂർത്തിയായതാണ്. ഓഗസ്റ്റ് പൂർത്തിയാകുമ്പോഴും ഇവരുടെ നെല്ലിൻ്റെ വില ഇപ്പോഴും കിട്ടാക്കനിയായിട്ട് കിടക്കുകയാണ്. 33,000-ത്തിലധികം ടൺ നെല്ലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ സംഭരിച്ചത്. അതിൽ തന്നെ ഏറ്റവും അധികം നെല്ല് നൽകിയത് പൊന്നാനി മേഖലയാണ്. 12,000 ടണ്ണിലധികം നെല്ല് ഇവിടുന്ന് സംഭരിച്ചു. എന്നാൽ ഇവർക്ക്, അതായത് ഇവിടെ നെല്ല് നൽകിയ ഏകദേശം 3000-ഓളം കർഷകർക്കായിട്ട് 18.5 കോടി രൂപയാണ് ലഭിക്കേണ്ടത്. അത് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലം ഈ കർഷകരെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച കാലമാണ്. വറുതിയുടെ കാലമാണ്. പട്ടിണിയുടെ കാലമാകുമോ എന്ന ആശങ്കയിലാണ്. കർഷകർക്ക് പറയാനുള്ളത്, സർക്കാരിനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. സപ്ലൈകോക്കെയാണ് ഞങ്ങൾ നെല്ല് നൽകിയത്. അപ്പോൾ അതിൻ്റെ പണം നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും സപ്ലൈകോക്കാണുള്ളത്. കേന്ദ്രം നൽകിയില്ല എന്ന ന്യായം പറഞ്ഞല്ല ഒഴിഞ്ഞു മാറേണ്ടതെന്നാണ് കർഷകർ പറയുന്നത്. ഞാൻ 15 ഏക്കർ പണിയെടുക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് മൊത്തം 15 ഏക്കർ 83 നടക്കുന്നത്. അത്രയും നെല്ല് അതിന് 2500 ഏക്കർക്ക് നെല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും ഓണത്തിന് ഓണക്കോടി കുട്ടികൾക്ക് എടുത്തു കൊടുക്കണം. നമ്മൾ നേരം വിളിച്ചാൽ ബാങ്കിലേക്ക് ഓടണം. കർഷകൻ്റെ കണ്ണീരായിട്ട് ഇതുവരെ 5 പൈസ സർക്കാരിൽ നിന്നോ ബാങ്ക് ലോണോ തരുന്നില്ല. കിട്ടാനുള്ള പൈസ മാത്രം പ്രശ്നം. ഇനി നമുക്ക് തരുമ്പോ നമ്മളൊരു കടക്കാരനാക്കിട്ട് തരിക. എന്നാൽ നേരിട്ട് അക്കൗണ്ടിൽ കയറി വെച്ചോട്ടെ, അതും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട MLA ആരൊക്കെതിരെ ഇടപെട്ട് എന്തെങ്കിലും ചെയ്താൽ നന്നായിരുന്നു മാത്രം ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ 8 ഏക്കർ പണിയെടുക്കുന്നുണ്ട്. ഇത് പാട്ടത്തിനടുത്താണ് കുറേക്ക. ബാക്കിയുള്ള കുറച്ച് എൻ്റെ ഉള്ളൂ. ഇതിൻ്റെ പൈസയും എനിക്ക് ഇതുവരെ ഒരു പൈസയും കിട്ടിയിട്ട് പോകുന്നത്. അതായത് മേടിച്ച് വെച്ചിട്ടില്ല. ഇപ്പോഴും അവർ ബാങ്കുകാർ പറയുന്നത് 20-ാം തീയതി വരെയുള്ള കാശ് തന്നെ ഇതുവരെ കൊടുക്കാൻ കിട്ടിയിട്ടില്ല. ബാക്കി 20-ാം തീയതി ശേഷമുള്ള അവർ പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വീട്ടിലിരിക്കുകയാണ്. ഞാൻ 3 ഏക്കർ പണിയെടുത്തിട്ടുണ്ട്. ബാങ്കിൽ ചെല്ലുമ്പോൾ ആയില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു പൈസ കാരണമില്ല, ഒരു ബില്ലും വാങ്ങുന്നില്ല, ഒന്നുമില്ല. കേന്ദ്രത്തിന്റെ കാശ് കിട്ടുന്നില്ല സർക്കാർ നമ്മൾ കേന്ദ്രത്തിന് കൊടുത്തില്ലല്ലോ, സപ്ലൈകോക്കാണ് നെല്ല് കൊടുത്തിക്കണേ. സപ്ലൈക്കോല്ലേ നമുക്ക് കാശ് തരണ്ടേ. അവരെ സമരം ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും, നിങ്ങൾ പഠിച്ച് ജയിലിലിടും, ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണോ? നല്ലൊരു വിളവെടുത്ത കാലമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ അതിൻ്റെ നെല്ലിൻ്റെ വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും നമുക്ക് സങ്കടം മാത്രമാണ് ബാക്കി ഉണ്ടാവുന്നത് അല്ലേ? എല്ലാ പ്രാവശ്യം കർഷകനാണ് തന്നെയാണ്. സങ്കടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്നതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ കൂടുതലൊന്നുമില്ല. എന്നെ 4500 കിലോ നെല്ല് കയറ്റിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊന്നും പിന്നെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും 1 ലക്ഷത്തിൽ ചില മേലുണ്ട്, 1 ലക്ഷത്തിന് മേലുണ്ട് കിട്ടാൻ എനിക്ക്. ഈ ഓണക്കാലം എന്ത് ചെയ്യും? അതന്നെ പറയും, എല്ലാവരും പ്രശ്നങ്ങൾ അതാണ്. ഓണക്കാലം കർഷകരെ മാത്രം ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. അത് ഗവൺമെൻറ്റും അധികാരികളും കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. ഇതിനു പുറമെ ഒരു സമരത്തിന് കൂടി വേണ്ടി വന്നാൽ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. പോരാട ദിവസം വരേക്കും പണം അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ ഉത്രാട ദിനം അത് പട്ടിണി സമരത്തിൻ്റെ ആകും, ഉപവാസ സമരത്തിൻ്റെ ആകുമെന്നാണ് കർഷകർ പറയുന്നു. സമരത്തിലേക്ക് പോകല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ. പിന്നെ ആരോടും ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി ലഭിക്കാതിരിക്കുകയും പണം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്ക് പോകണം? പണം തരേണ്ട ആളുകൾ, ബാധ്യതപ്പെട്ട ആളുകൾ നമ്മൾ ഉൽപ്പന്നം കൊണ്ടുപോയ പണമാണ് ചോദിക്കുന്നത്. ഔദാര്യമല്ല, ഔദാര്യം ചോദിച്ചില്ല. നമ്മുടെ ഉൽപ്പന്നം കൊണ്ടുപോയി, ആ ഉൽപ്പന്നത്തിന്റെ വിലയാണ് ചോദിക്കുന്നത്.
ഒപ്പം മറ്റൊരു പ്രതിസന്ധി കൂടി കർഷകർ പങ്കുവെക്കുന്നുണ്ട്. ഇനി മുതൽ നെല്ല് നൽകുമ്പോൾ അതിൻ്റെ പണം നൽകാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന ഒരു നോംസ്, ഒരു കണ്ടീഷൻ കൂടി സപ്ലൈകോ രേഖപ്പെടുത്തുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടി അംഗീകരിച്ചാലേ നെല്ല് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് സംഭരിച്ച നെല്ലിൻ്റെ പണം അവർക്ക് എപ്പോൾ നൽകാനാകുമെന്ന് പറയുന്നില്ല, അത് ചോദിക്കാൻ കർഷകന് അവകാശവുമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഒരു നോംസും കൂടി സപ്ലൈകോടെ സൈറ്റിൽ ഞങ്ങൾ മിഞ്ഞാന്നൊക്കെ കയറി നോക്കുന്നുണ്ട്. അതായത് 2025-26 നെല്ലിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അതിലൊരു സാധനം വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നെല്ല് സപ്ലൈകോ കൊണ്ടുപോയാൽ നെല്ലിൻ്റെ പൈസ കൊടുക്കാൻ സപ്ലൈകോ ഉത്തരവാദിത്തമല്ല. കാരണം ഇത് കേന്ദ്ര ആവിഷ്കൃത ഒരു പദ്ധതി എന്ന നിലയ്ക്ക് അവരും സംസ്ഥാന ഗവൺമെൻറ് എന്നാണോ പൈസ തരുന്നത് അന്നേ ഞങ്ങൾ പൈസ തരുള്ളൂ എന്നുള്ള അതൊരു എന്ത് ന്യായമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ സൈറ്റിൽ പറ്റില്ല. അപ്പോൾ അതും സത്യത്തിൽ നമ്മൾക്ക് ഭാവിയിൽ ഇനി ഒരാൾക്കും ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലാണ്. ഓണക്കാലം എല്ലാവർക്കും സമൃദ്ധിയുടെയാണ്, അത് എല്ലാവരും ആഘോഷിക്കുന്ന കാലമാണ്. പക്ഷേ എല്ലാവർക്കും നെല്ല് നൽകിയ കർഷകർ, ഊണ് കഴിക്കാൻ ഉള്ള അരി നൽകിയ കർഷകർ, അവരാണ് ഇവിടെ പട്ടിണികളായിരിക്കുന്നത്, പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏത് ന്യായം പറഞ്ഞാലും, കേന്ദ്രത്തെ പഴിച്ചാലും സംസ്ഥാനത്തെ പഴിച്ചാലും, ഇതിന് സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ അത് കൃത്യമായി എടുക്കാതിരുന്നാൽ കർഷകർക്ക് ഈ ഓണം ദുരിതത്തിൻ്റെയാകും, അവർക്കത് പട്ടിണിയുടെയാകും. കാരണം അവർ ചേറിൽ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് അവരോട് അല്പം കൂടി ദയ കാണിക്കുക കൂടി വേണം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കർഷകർ ചേറിൽ ചവിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത് എന്ന് പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ തന്നെ മന്ത്രിയാണ്. ഇപ്പോഴിതാ ഒരു സമൃദ്ധമായ ഒരു ഓണക്കാലം വരുമ്പോൾ, എല്ലാവരും സമൃദ്ധമായി ആ ഓണം ആഘോഷിക്കുമ്പോൾ, നമുക്ക് ആ അന്നം തന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ, ആ ഓണം അവർക്ക് ദുരിതപൂർണ്ണമാവുകയാണ്. അത് എന്ത് ന്യായം പറഞ്ഞാലും, എന്ത് തൊടുന്യായം പറഞ്ഞാലും, കേന്ദ്രത്തിനെയായാലും സംസ്ഥാനത്തിനെ പഴിച്ചാൽ പോലും അതിന് ഉത്തരമില്ല. അവർക്ക് കൃത്യമായ പരിഹാരം, അവർ നൽകിയ നെല്ലിനുള്ള വില ലഭിച്ചേ മതിയാകൂ. കർഷകൻ ജയന്തൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയന്തൻ, നിങ്ങളുടെ ബുദ്ധിമുട്ട് അത് ന്യൂസ് 18 മനസ്സിലാക്കുകയാണ്. കൃത്യമായി ഈ പ്രശ്നം ഞങ്ങൾ മന്ത്രിയിലേക്ക്, ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുമെന്നൊരു ഉറപ്പ് ആദ്യം തന്നെ നൽകട്ടെ. എങ്ങനെയാണ് ചേട്ടാ ഈ വർഷത്തെ ഓണം? ഈ വർഷത്തെ ഓണം ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം നെല്ല് സംഭരിച്ച് കൊണ്ടുപോയി ഈ പണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കുടുംബത്തെ പശ്ചാത്തലം എല്ലാവരും ആഘോഷമായിട്ട് നടത്തുന്ന ഒരു സമയത്താണ് നെൽകൃഷി ചെയ്ത കർഷകർ സർക്കാരിന്റെ ഈ നമ്മുടെ ഭാഗമായി വരുന്ന സർക്കാർ ഇത്തരം മേഖലയിലുള്ള ഈ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് നൽകിയില്ല, സംസ്ഥാന ഗവൺമെന്റ് നൽകിയില്ല എന്നുള്ള കാര്യങ്ങളല്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ കൊടുത്ത ഉൽപ്പന്നത്തിന്റെ വില നൽകാൻ ബാധ്യതപ്പെട്ട ആളുകൾ സമയബന്ധിതമായിട്ട് നൽകാതെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ത് ഭാഗത്തിന്റെ ഭാഗമാണെന്ന് കർഷകർക്ക് തീരെ മനസ്സിലാവുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെല്ല് കൊണ്ടുപോയാൽ പണം കിട്ടണം. ഇനിയിപ്പോ ഈ പണം തന്നെ തരുന്നത് TRS വായ്പയായിട്ടാണ്. കർഷകന്റെ ഉൽപ്പന്നം കൊണ്ടുപോയിട്ട് കർഷകൻ വായ്പ വാങ്ങേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം തന്നെ. അത് തന്നെ തെറ്റായ മാർഗമാണ്. ഈ കർഷകർക്ക് കൊടുക്കാനുള്ള പണം അടിയന്തിരമായി കൊടുക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതായത് ഈ നൽകിയ നെല്ലിന്റെ പണത്തിന് വേണ്ടി സമരത്തിന് ഒരുങ്ങേണ്ട ഒരു ഗതികേടിലാണ് നിങ്ങളിപ്പോൾ, അല്ലേ? അതെ അതെ, ഞങ്ങള് കൊടുത്ത നെല്ലിന്റെ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ കൃഷി ചെയ്യും. പക്ഷെ കൃഷി കൊടുത്തു കഴിഞ്ഞാൽ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യണം എന്നുള്ള വിരോധാഭാസം വേറെ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കിയ ഉൽപ്പന്നം കൊണ്ടുപോയിട്ട് ആ പണം കിട്ടാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ. അത് മാസങ്ങൾ കഴിഞ്ഞു, ഏകദേശം 4 മാസത്തോളമായി ഈ പണം ലഭിക്കാൻ വേണ്ടി കർഷകർ കാത്തിരിക്കുന്നു. അതായത് മെയ് മാസത്തിൽ നിങ്ങൾ നൽകിയ നെല്ലിന്റെ വിലയാണ് ഇപ്പോഴും കിട്ടാത്തത്, അല്ലെ? ആഗസ്റ്റ് മാസം കഴിയാറായി. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസത്തില് കൃഷി എപ്പോഴാണോ ഉൽപാദനം വിളവെടുക്കുന്നത് ആ സമയത്താണല്ലോ ഇത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ചുമതലയാണ് നമ്മുടെ നെൽകൃഷി നിലനിർത്തുക എന്നുള്ളത്. 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി
ഇപ്പോൾ 2 ലക്ഷത്തിൽ താഴെ ഹെക്ടർ കൃഷിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ സംരക്ഷിച്ചെടുക്കാൻ നമുക്ക് ആവുന്നില്ലെങ്കിൽ വളരെ പരാജയമാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് മാത്രമേ കാർഷിക മേഖലയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഓണത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഓണത്തിന് മുൻപ് ഈ തുക കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഓണത്തിന് മുമ്പ് ഇനിയിപ്പോ ഈ തുക കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തണം എന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറയുണ്ടായെങ്കിലും നമുക്ക് ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, അവധിയാണ്. ഇനി തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസമാണ് ഇനി ഉള്ളത്. ഈ 3 ദിവസത്തിനുള്ളിൽ ബാങ്കുകളിൽ PRS വായ്പയ്ക്ക് വേണ്ടി രേഖകൾ സബ്മിറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുന്നതിനും പണം കർഷകർക്ക് കൊടുക്കുന്നതിനുള്ളൊരു സമയം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഈ സമയമില്ലാത്ത സമയത്ത് ഇത്രയും എത്തിച്ച് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം, അത് കർഷകരോടുള്ള സമീപനം മാറ്റണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇത്തരം 4 മാസമായി ഞങ്ങൾ നൽകിയ നെല്ലിന് ഇതുവരെ പൈസ അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അധികൃതരെ നിങ്ങൾ അറിയിച്ചിരുന്നു? അവരിതൊക്കെ അറിഞ്ഞിരുന്നു? വളരെ കൃത്യമായി അധികൃതർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്ത് മറുപടിയാണ് നൽകിയത്? മറുപടി നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണല്ലോ, നീട്ടി കൊണ്ടുപോകുക, തരും. അപ്പൊ ബഹളം വരുമ്പോൾ കുറച്ചു പേർക്ക് കൊടുക്കും, പിന്നെ വീണ്ടും ബഹളം വരുമ്പോൾ കുറച്ചു പേർക്ക് കൊടുക്കും. ഈ ഒരു സമീപനം മാറണം. ഈ കാർഷിക മേഖലയെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന സർക്കാരുകളാണെങ്കിൽ ആ സർക്കാരുകൾ കൃഷിക്കാരന്റെ പ്രയാസം മനസ്സിലാക്കണമെന്നാണ് ഈ സമയത്ത് പറയാൻ. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജയന്തൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും എല്ലാവരും സമൃദ്ധമായി ഓണം ആഘോഷിക്കുമ്പോഴാണ് നാടിന് അന്നമൂട്ടിയവർ പട്ടിണി കിടക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളേറെ വേദനിപ്പിക്കുന്നത്. പൊന്നാനിയിലെ 3000-ഓളം കോൾ കർഷകർക്ക് മാത്രം 18.5 കോടിയോളം രൂപയുടെ നെല്ല് സംഭരിച്ച വകയിൽ തുക ലഭിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ മറ്റെല്ലാവരും ഓണം ആഘോഷിക്കുന്നു, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും കേന്ദ്രത്തെയാണ് സംസ്ഥാന സർക്കാർ പഴിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ആര് പരസ്പരം പഴിച്ചാൽ പോലും പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ നൽകിയ നെല്ലിനുള്ള തുക ലഭിച്ചേ മതിയാകൂ, സർക്കാർ ഇടപെട്ടേ മതിയാകൂ. ഇനി ഓണത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മറ്റെല്ലാ മേഖലയിലുള്ളവരും ഓണത്തിന് ബോണസ് അടക്കം ഓണബത്ത അടക്കം നൽകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ, സാധാരണക്കാരായ കർഷകർ പട്ടിണി കിടക്കുന്നു എന്നുള്ള കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. വളരെ വേഗം മറ്റ്